അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും DGPമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും യോഗം ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം. ഒപ്പം ലഡാക്കിലെയും ജമ്മു കാശ്മീരിലെയും ഗവർണർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം അതിർത്തി മേഖലയിലുള്ള വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം സൈന്യം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ശക്തമായ തിരിച്ചടിയിൽ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ. സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജയുടെ ഈ പ്രതികരണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നിരിക്കുന്നു. ഐസൺ, പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ അവർ വിറങ്ങലിക്കുന്നുണ്ട്. അവർ കൃത്യമായി ഭാരതത്തിൻ്റെ നീക്കത്തെ അവർ ഭയപ്പെടുന്നുമുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഒരു മറുപടിയിലാണ് ഇത്തരത്തിലൊരു നീക്കം. അതായത് ഭാരതത്തിന് സമ്മതമാണെങ്കിൽ, അല്ലെങ്കിൽ ഭാരതം സൈന്യത്തെ പിൻവലിക്കാനും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കാതിരിക്കാനുമുള്ള നീക്കങ്ങൾക്ക് തയ്യാറാണെങ്കിൽ തങ്ങൾ യുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ സംഘർഷത്തിൽ നിന്നും പിന്മാറാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഖ്വാജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു നിലപാട് നേരത്തെ നമുക്കറിയാവുന്നതാണ്. വലിയ ഭീഷണി ഭാരതത്തിന് നേരെ മുഴക്കുകയും വലിയ വെല്ലുവിളികൾ മുഴക്കുകയും ചെയ്തൊരു വ്യക്തി തന്നെയാണ് ദിവസങ്ങൾക്കകം ഇത്തരത്തിലൊരു മറുപടി പറയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഈ നദിയിലെ, അതായത് ഇൻഡസ് നദിയിലെ, ചിനാബ് നദിയിലെ വെള്ളം തടയുന്ന എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുകയോ ഡാമുകൾ നിർമ്മിക്കുകയോ ചെയ്താൽ അവയെല്ലാം തന്നെ ബോംബ് ചെയ്ത് തകർക്കുമെന്ന നിലപാട് അറിയിച്ച അതേ വ്യക്തി തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മറുപടി നൽകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ഭാരതം അതിശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിലെല്ലാം തന്നെ കടുത്ത ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും ഈ ഖ്വാജയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മറുപടി ഉണ്ടായിരിക്കുന്നത്. ഈ മറുപടി തീർച്ചയായും ഭാരതത്തിന്റെ നടപടികളിൽ ഭയന്നിരിക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ്. ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സൈന്യം എന്തിനും നേരിടാനുള്ള സജ്ജമായിരിക്കുന്നു എന്ന നിലപാട് കൂടി വ്യക്തമാക്കിയതോടെയാണ് ഈ ഒരു മറുപടിയിലേക്ക് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി എത്തിയിരിക്കുന്നത് എന്നാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. അതെ, വളരെ വ്യക്തമാണ്. എന്തായാലും ഭാരത സൈന്യം നടത്തിയ ഈ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് ധാരണയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണ്, സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.